അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സിന്ദൂർ ഓപ്പറേഷൻ വാർത്ത ലോകത്തെ അറിയിക്കുവാൻ രാജ്യം നിയോഗിച്ചത് വനിതകളെയാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നുവെന്ന് ലഫ്റ്റനന്റ് കേണൽ ഗ്രേസി ജോസഫ്. പോത്താനിക്കാട് ആയങ്കര സ്വദേശിയാണ് ഗ്രേസി ജോസഫ്. നിരവധി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാറ്റുകളഞ്ഞ പഹൽഗാമിൽ പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച വാർത്ത ലോകത്തെ അറിയിക്കാൻ നിയോഗിച്ചത് 2 വനിതകളെയാണെന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് സേനയിൽ നിന്നും വിരമിച്ച ലഫ്റ്റനന്റ് കേണൽ ഗ്രേസി ജോസഫ് മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു. പ്രത്യേകിച്ച് 2 ലേഡീസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇൻവോൾവ് ആയത് തന്നെ എനിക്ക് തോന്നുന്നത് യങ്ങറായിട്ടുള്ള ഇതുപോലെ നമ്മുടെ സിന്ദൂരം മായ്ക്കപ്പെട്ടതായ ലേഡീസിന് ഒക്കെ വളരെ ഒരു പ്രചോദനമാണ്. കാരണം നമ്മൾക്ക് അല്ലെങ്കിൽ അവരെ എതിരിടാനെന്ന് നമുക്ക് പറയുന്നതിലുപരിയായിട്ട് അവർക്കൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലേഡീസ് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത് യങ്സ്റ്റേഴ്സായിട്ടുള്ള ലേഡീസിനെ വളരെ പ്രചോദനകരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലേഡീസിനെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് മുൻനിരകളിൽ നിന്ന് യുദ്ധത്തിൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് നമ്മൾ കഴിവില്ലാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമല്ല. ലേഡീസിന് ഇതിനെ പണ്ട് ആർമിയിലോ അല്ലെങ്കിൽ നേവിയിലോ എയർഫോഴ്സിലോ ഒന്നും എടുക്കുന്ന കാലഘട്ടം പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. വീണ്ടും അത് എടുക്കുന്ന നമ്മുടെ ലേഡീസിനെ അതിലേക്ക് ഇൻവോൾവ് ആക്കാൻ നാരീശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോഴത് മുൻനിരയിലേക്ക് തന്നെ അവർ വരുന്നത് വളരെ സ്വാഗതാർഹമാണ്. വളരെ ബീങ് ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഒരു ലേഡി ഓഫീസർ എന്നുള്ള രീതിയിൽ എനിക്കും അത് വളരെ സന്തോഷവും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. 1988 ലക്നൗ സെൻട്രൽ കമാൻഡിലൂടെ മിലിറ്ററി നേഴ്സായി സേവനം ആരംഭിച്ച ഗ്രേസി ജോസഫ് 2008 പൂനെ സദേൺ കമാൻഡിൽ നിന്നാണ് വിരമിച്ചത്. ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചീഫ് നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന ഗ്രേസി ജോസഫ് ഭാരത വനിതകൾ സിന്ദൂരം ഏറ്റവും ശ്രേഷ്ഠമായാണ് കരുതുന്നതെന്നും അത് നഷ്ടപ്പെടുത്തിയവർ മാപ്പർഹിക്കുന്നില്ലെന്നും പറഞ്ഞു. പറഞ്ഞാൽ ഭാരത വനിതകൾക്ക് സിന്ദൂരം എന്ന് പറയുന്നതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഒരു വലിയ കാര്യമായിട്ട് തന്നെ അവർ കാണുന്നത്. ആ സിന്ദൂരം അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാതെ അവർ പ്രത്യേകിച്ചും എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റില്ല ഹൃദയഭാഗമായൊരു സ്ഥലം കാണാനും എൻജോയ് ചെയ്യാനും അവരുടെ ലൈഫിലെ അവർ ഏറ്റവും നല്ലൊരു അനുഭവത്തിന് വേണ്ടി പോയ ഒരവസരത്തിൽ ഇങ്ങനെയൊരു കാര്യങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കുന്നവർക്ക് പോലും അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ചും അവർ നിരപരാധികളായ ആൾക്കാർ ടെററിസ്റ്റുകളും പലപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാറുകളുണ്ടാകുമ്പോൾ നമ്മൾ ആർമി അല്ലെങ്കിൽ ഡിഫൻസുമായിട്ടുള്ള ഒരു യുദ്ധവും കാര്യങ്ങൾ അല്ലെങ്കിൽ എതിരിട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ നിരപരാധികളായി ഒരു രീതിയിൽ ഇൻവോൾവ് ആകാത്ത ആൾക്കാരെ ഇതുപോലെ ഒരു വധിക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു മരണം അവർക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യരായിട്ടുള്ള ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആസാമിലെ ഉൾഫ അറ്റാക്കിലും മദ്രാസ് ജാഫ്ന കാഷ്വാലിറ്റിയിലും പരിക്കേറ്റ സൈനികരെയും ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ പരിക്കേറ്റ സിവിലിയൻസിനെയും പരിചരിച്ച ഗ്രേസി ജോസഫ് യുദ്ധത്തെ അനുകൂലിക്കുന്നില്ലെങ്കിലും നിരപരാധികളെ വധിച്ചവർക്ക് തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമാണെന്ന അഭിപ്രായത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധത്തിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഇതുപോലെ നിരപരാധികളായ ആൾക്കാരെ ഉപദ്രവിച്ച ആൾക്കാർക്കൊരു മറുപടി കൊടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. അത് അർഹപ്പെട്ടതാണ്. കാരണം നമ്മൾ ഒരിക്കലും നിരപരാധികളെ നമ്മൾ എയിം ചെയ്യുന്നില്ല. ഭീകരരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അത് ടെററിസം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു രാജ്യത്ത് ഏതൊരു രാജ്യത്തിനും നമ്മുടെ നാടിനല്ല നമ്മുടെ ലോകത്തിന് തന്നെ അതൊരു ആവശ്യമാണ്. അതൊരു മാതൃകയായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യ അത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്രോണാചാര്യ അവാർഡ് നേടിയ KP തോമസ് മാഷിന്റെ പിതൃ സഹോദരന്റെ മകൾ കൂടിയായ ഗ്രേസി ജോസഫ് വിദ്യാഭ്യാസ കാലം മുതലേ സൈനിക സേവനത്തിൽ ആകൃഷ്ടയായിരുന്നു. വഴിത്തല കുരിശിങ്കൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ ഇളയവളായ ഗ്രേസി പോത്താനിക്കാട് ചീരകത്തോട്ടത്തിൽ ബെന്നി ജേക്കബിന്റെ സഹധർമ്മിണിയാണ്. ദന്ത ഡോക്ടർമാരായ അർണോൾഡ് ജേക്കബ്, അനൌഷി ഓഷൻ എന്നിവരാണ് മക്കൾ. അവസരം ലഭിക്കുകയാണെങ്കിൽ യുദ്ധഭൂമിയിൽ ഇനിയും അർപ്പണ മനോഭാവത്തോടെ സേവനം നൽകുന്നതിൽ സന്തോഷമേയുള്ളൂവെന്നും ഗ്രേസി ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAAC അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.